Glory be to God. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങൾ. കർത്താവ് എല്ലാ പ്രിയമുള്ളവരെയും ധാരാളമായി ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 25, 26, 27 വചനങ്ങൾ. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകനെന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. Amen. John chapter 19 verse 25, 26 and 27. Near the cross of Jesus stood his mother's sister, Mary the wife of Clopas, and Mary Magdalene. When Jesus saw his mother there and the disciple whom he loved standing nearby, he said to her, Woman, here is your son. And to the disciple, Here is your mother. From that time on, this disciple took her into his home. Amen. അമ്മയോട് നാം വായിക്കുന്നു, യേശു കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് യേശുവിന്റെ ക്രൂശിനരികെ ആമേൻ പ്രൈസ് ദി ലോർഡ് 5 പേർ നിൽക്കുകയാണ്. നമുക്കറിയാം, യേശുവിന്റെ ശുശ്രൂഷ കാലഘട്ടത്ത് യേശു എവിടെ സഞ്ചരിച്ചാലും യേശുവിനോടൊപ്പം വലിയൊരു പുരുഷാരമുണ്ടായിരിക്കും. ആമേൻ. മാത്രമല്ല, അതിൽ നമുക്ക് തന്നെ വായിക്കാം, 4000 പുരുഷന്മാർ, 5000 പുരുഷന്മാർ. പുരുഷന്മാരുടെ എണ്ണം മാത്രം 2 ഭാഗങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. 4000, 5000. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ നോക്കിയാൽ എത്ര വലിയ പുരുഷാരമായിരുന്നു എപ്പോഴും യേശുവിനോട് യേശുവിന്റെ യാത്രയിൽ ഉണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, യേശുവിന്റെ ശിഷ്യന്മാർ എപ്പോഴും യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു, അല്ലെ? അമ്മ എപ്പോഴും അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. ജനത്തോട് പറയാത്ത കാര്യങ്ങളെയും രഹസ്യങ്ങളെയും മർമ്മങ്ങളെയും യേശു തന്റെ ശിഷ്യന്മാരോട് അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ യേശുവിന്റെ അമ്മ സ്തോത്രം, അങ്ങനെ കുറച്ചുപേരും യേശുവിനോട്, കുറെ സ്ത്രീകളും അങ്ങനെ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ നോക്കിക്കേ, ഇവരാരും തന്നെ യേശുവിന്റെ അടുക്കലില്ല. ഈ പുരുഷാരും ഇല്ല, ശിഷ്യന്മാരും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആരും തന്നെ ഇല്ല. ഇതൊക്കെ പോട്ടെ, യേശു എത്രയോ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, രോഗികളെ സൗഖ്യമാക്കി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. ആ സൗഖ്യം പ്രാപിച്ചവരിൽ, അത്ഭുതം കണ്ടവരിൽ പോലും ആരും ഇവിടെ ഇല്ല യേശുവിന്റെ ക്രൂശിന്റെ അടുത്ത്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, 4 സ്ത്രീകളും 1 ശിഷ്യനും യേശുവിന്റെ ക്രൂശിനരികെ നിൽപ്പുണ്ട്. 1 യേശുവിന്റെ അമ്മ മറിയ, 2 യേശുവിന്റെ അമ്മയുടെ സഹോദരി, 3 ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയ, 4 യേശു 7 ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലക്കാരത്തി മറിയ, സ്തോത്രം, 5 താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. വേറെ ആരെയും അവിടെ കാണുന്നില്ല. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ തന്നെയാണ് യേശു കർത്താവ് നമുക്ക് സമൃദ്ധി നൽകുമ്പോൾ, അനുഗ്രഹം നൽകുമ്പോൾ ഒക്കെ നാം എപ്പോഴും നാം യേശുവിനോട് കൂടെ ഉണ്ടായിരിക്കുമല്ലേ? പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, വചനധ്യാനമുണ്ട്, സന്തോഷമുണ്ട്, ആരാധന മുടക്കത്തില്ല. സ്തോത്രം, ദൈവത്തോട് ഭയങ്കര കൂട്ടായ്മ ആചരിച്ച് സ്തോത്രം, ഭയങ്കര ആത്മീയ സന്തോഷമായിരിക്കും. എന്നാൽ ചില ഞെരുക്കങ്ങൾ, ചില കഷ്ടതകൾ, ചില വേദനകൾ, ഇവിടെ യേശു ക്രൂശിൽ കിടക്കുന്നത് പോലെ ചില ക്രൂശുകൾ നാം ക്രൂശെടുത്തുകൊണ്ടാണ്, യേശുവിന്റെ ക്രൂശെടുത്തുകൊണ്ടാണ് നാം യേശുവിനെ അനുഗമിക്കേണ്ടതെന്ന് യേശു തന്നെ പറയുന്നു. തന്റെ ക്രൂശെടുത്ത് അനുഗമിക്കാത്തവൻ യേശുവിന്റെ ശിഷ്യനല്ല. അങ്ങനെ ചില ക്രൂശുകൾ, യേശുവിന്റെ ക്രൂശ് പോലും നമുക്ക് സ്തോത്രം വന്നിട്ടില്ല, അല്ലെ? എന്നാൽ സ്തോത്രം, ചില വേദനകൾ, കഷ്ടതകൾ നമ്മുടെ മാനസികമായി, ശാരീരികമായി, കുടുംബത്തിൽ ഒക്കെ കടന്നു വരുമ്പോൾ നാം അങ്ങ് ക്ഷീണിച്ചു പോകുന്നു, തളർന്നു പോകുന്നു. 1000 നന്മ ചെയ്ത യേശുവിന്റെ സ്നേഹം മറന്നു കളഞ്ഞ് 1-2 കഷ്ടതകളെ കുറിച്ച് ചിന്തിച്ച് നാം ദൈവത്തെ വിട്ട് അകന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണോ ഇന്ന് നാം? എന്നാൽ ഈ 5 പേരെ നോക്കിക്കേ,
അവർ യേശുവിൽ നിന്ന് യേശുവിന്റെ അമ്മയ്ക്കറിയാം യേശുവിന്റെ പുത്രൻ ആരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അവൻ ഇപ്പോൾ ക്രൂശിക്കുക, യേശു കഷ്ടം അനുഭവിക്കുകയല്ലേ. സ്തോത്രം. മകനെന്ന് പറയുവാൻ പോലും ഒരു യോഗ്യതയില്ലാത്ത അവസ്ഥയിലാണ് യേശു, കണ്ടാൽ ആളല്ലാത്ത രൂപം പോലെ ആയിരിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ അമ്മയ്ക്ക് ഇവിടെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഭവനത്തിലായിരിക്കാം, പക്ഷെ അല്ല, യേശുവിന്റെ സകല കാര്യങ്ങളെയും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചിരുന്നു. സ്തോത്രം. മറിയ അവിടെയുണ്ട്. അതുപോലെ മറ്റ് സ്ത്രീകൾ യേശുവിന്റെ ക്രൂശിനരികെ നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. മഗ്ദലക്കാരത്തി മറിയ, യേശു കൊടുത്ത ആ സൗഖ്യം, ആ വിടുതൽ പ്രാപിച്ച ആ വ്യക്തിത്വം അവിടെയുണ്ട്. മാത്രമല്ല, ഒരേ ഒരു ശിഷ്യൻ 12 ശിഷ്യന്മാരിൽ ഒരാൾ യേശുവിനെ കാണിച്ചു കൊടുത്തു പോട്ടെ, മറ്റു 11 പേരിൽ ഒരേ ഒരാൾ മാത്രമാ യേശുവിന്റെ ക്രൂശിനരികെ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ച ആളാണ് പത്രോസ്. പക്ഷേ പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. എല്ലാവരും പോയി. എന്നാൽ ഈ താൻ സ്നേഹിച്ച ശിഷ്യൻ, യോഹന്നാനെ കുറിച്ച് പറയുന്നത് എപ്പോഴും യേശുവിന്റെ മാറോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം യോഹന്നാൻ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇവിടെ വ്യക്തമായി വായിക്കുന്നു, താൻ സ്നേഹിച്ച ശിഷ്യനും. അപ്പോൾ യേശുവും യോഹന്നാനെ അധികമായി സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം അനുഭവിച്ച യോഹന്നാൻ എന്ന ശിഷ്യൻ അവിടെ നിൽപ്പുണ്ട്. പ്രിയ മക്കളെ, നാമം യേശുവിന്റെ സ്നേഹം അനുഭവിച്ചവരല്ലേ. യേശുവിന്റെ ആരും നമ്മെ ചേർത്തുകൊള്ളാതിരുന്നപ്പോൾ, എല്ലാവരും നമ്മെ തള്ളിക്കളഞ്ഞപ്പോൾ യേശുവിന്റെ സ്നേഹം നാം അനുഭവിച്ചവരല്ലേ. യേശുവിന്റെ കരുതൽ നാം അനുഭവിച്ചവരല്ലേ. അങ്ങനെയാണെങ്കിൽ ആരെല്ലാം യേശുവിനെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം ഈ നാമത്തെ നിഷേധിച്ചാലും, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും വിട്ടുപോയാലും നാം യേശുവിന്റെ ഒപ്പമായിരിക്കണം. എപ്പോഴും നാം യേശുവിനുള്ളവർ. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും നാം യേശുവിനെ സേവിക്കുന്നവരാണെങ്കിൽ, യേശുവിനോട് കൂടെ വസിക്കുന്നവരാണെങ്കിൽ, നിശ്ചയമായി വ്യത്യസ്തമായ അത്ഭുതങ്ങൾ, വ്യത്യസ്തമായ കാര്യങ്ങൾ കർത്താവ് നമ്മിലൂടെ ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. ഈ യേശുവിന്റെ ക്രൂശിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളാണ് യേശുവിന്റെ സുവിശേഷം, യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം ആദ്യം വിളിച്ചു പറയുന്നവരായി മാറിയത്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന്റെ ആദ്യത്തെ ഘോഷം മുഴങ്ങിയത് ഈ സ്ത്രീകളിലൂടെയാണ്. മാത്രമല്ല, ഈ യേശു താൻ സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ അപ്പോസ്തലനാണ്. വെളിപ്പാട് പുസ്തകം 1 അധ്യായത്തിൽ വായിക്കുന്നു, യേശു ആരാണെന്നും യേശു എങ്ങനെയുള്ള ദൈവമാണെന്നും വ്യക്തമായി ഈ ശിഷ്യന് യേശു കർത്താവ് കാണിച്ചു കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മറ്റാർക്കും കാണാത്ത, മറ്റാർക്കും കേൾക്കാത്ത, മറ്റാരും ദർശിക്കാത്ത ഒരു അനുഭവം ഈ ശിഷ്യന് ലഭിക്കുന്നു. അത് വെറുതെ ലഭിച്ചതല്ല, ത്യാഗത്തോടെ ഏത് സാഹചര്യത്തിലും ആ ശിഷ്യൻ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മൾ വ്യത്യസ്തമായ കാര്യങ്ങൾ നാം ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിൽ നിന്ന്, ദൈവത്തിന് വേണ്ടി വ്യത്യസ്തമായി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ നോക്കിക്കേ, ആ യേശുക്രിസ്തുവിന്റെ സാക്ഷിയും ദൈവവചന നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അവിടെ യേശുവിനെ തള്ളി പറഞ്ഞില്ല, നിന്റെ നാമനിമിത്തമാണ് ഞാൻ ഈ കഷ്ടം സഹിക്കുന്നത്, ഈ ദൈവവചനത്തെ പ്രസംഗിച്ചത് കൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് വന്നത്, ഞാൻ ഈ ഒറ്റപ്പെട്ടതെന്നോർത്ത് അവിടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയല്ല ചെയ്തത്. കർത്തൃ ദിവസത്തിൽ താൻ യേശുവില, കാരണം തനിക്കറിയാം യേശു ആരാണെന്ന്, യേശുവിന്റെ സ്നേഹം എങ്ങനെയുള്ളതാണെന്ന്, യേശുവിന്റെ വചനം എന്താണെന്ന്. പ്രൈസ് ദി ലോർഡ്. ആ ശിഷ്യന് യേശു കർത്താവ് തന്നെ വെളിപ്പെടുത്തിയതുപോലെ ഈ നാളുകളിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുക. അവൻ എപ്പോഴും യേശുവിനോട് കൂടെ ഇരിക്കുന്ന അനുഭവം, യേശുവിനെ സ്നേഹിക്കുന്ന അനുഭവം, യേശുവിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന അനുഭവം നമുക്കും പ്രാപിക്കാം. എങ്കിൽ കർത്താവ് നമ്മെ വ്യത്യസ്തരാക്കി മാറ്റുവാൻ സർവശക്തനാണ്. ഇവിടെ ആ യേശുവിന്റെ അമ്മയോട്, ശിഷ്യനോട് യേശു പറയുന്നു, ഇതാ നിന്റെ അമ്മ. സ്തോത്രം. മാത്രമല്ല സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ സ്ത്രീ യേശുവിന്റെ അമ്മയോട് പറയുന്നു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യേശു എപ്പോഴും പറയുന്ന കാര്യമാ, ഞാൻ നിങ്ങൾ ഒരു നാളും അനാഥരായി വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. തന്നെ പ്രസവിച്ച് വളർത്തിയ തന്റെ അമ്മയെ കുറിച്ചുള്ള ഒരു ചിന്ത യേശുവിനുണ്ടായിരുന്നു. പ്രിയ മക്കളെ, ഈ വേണം കേൾക്കുമ്പോൾ തലമുറകളായി നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. നാം എത്ര ഉയർന്നാലും, നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മുടെ മാതാപിതാക്കളെ നാം സ്നേഹിക്കണം, അവരെ നാം കരുതണം, അവരെ നാം സ്തോത്രം, സ്തോത്രം, നല്ല രീതിയിൽ അവരെ നാം ഹല്ലേലൂയ കാണണം, അവരെ നാം
സംരക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ മാത്രമല്ല, അവൻ ആ നാഴിക മുതൽ ആ ശിഷ്യൻ തന്റെ അമ്മയെ, യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടതായി കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ ഈ വചനപ്രകാരം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലായ്പ്പോഴും കർത്താവെ യേശുവിനോട് കൂടിയിരിക്കുന്ന അനുഭവം കർത്താവെ, വ്യത്യസ്തമായ യേശുവിനെ സ്നേഹിക്കുവാൻ, ആഴമായ യേശുവുമായുള്ള ഒരു സ്നേഹബന്ധത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനാൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നത് ആര്? കഷ്ടമോ നഷ്ടമോ വേദനയോ ഉപദ്രവമോ അമ്മയോ ആപത്തോ വാളോ ചങ്ങലയോ നഗ്നതയോ എന്ത് വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങളെ വ്യത്യസ്തരായി ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. യേശുവിന്റെ വികാരമുള്ള നാമത്തിൽ വേദന പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.